വയനാടിനുള്ള കേന്ദ്ര സഹായത്തിൽ നടപടികൾ പുരോഗമിക്കുകയാണെന്ന് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ 2219 കോടി രൂപയുടെ നഷ്ടമാണ് സംസ്ഥാന സർക്കാർ കണക്കാക്കിയിരിക്കുന്നതെന്നാണ് സത്യവാങ്മൂലത്തിലുള്ളത്. അതേസമയം വയനാട്ടിലെ ഹർത്താലിനെതിരെ ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനവും ഉണ്ടായി. വയനാട് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാർ 2219 കോടിയുടെ നഷ്ടം കണക്കാക്കിയപ്പോൾ ദേശീയ ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്നും 153.4 കോടി കൊടുക്കാമെന്നാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചത്. അടിയന്തര ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് ഉന്നതാധികാര സമിതി അംഗീകാരം നൽകിയ തുകയെന്നാണ് കേന്ദ്ര സർക്കാർ പറയുന്നത്. അടിയന്തര ദുരിതാശ്വാസത്തിന്റെ സമയം കഴിഞ്ഞുപോയതുപോലും കേന്ദ്ര സർക്കാർ കണക്കിലെടുത്തിട്ടില്ല. ഇതിനിടെ ദുരന്ത മേഖല ഉൾപ്പെട്ട വയനാട് ഹർത്താൽ നടത്തിയ LDF-നെയും UDF-നെയും ഹൈക്കോടതി അതിരൂക്ഷമായി വിമർശിച്ചു. പ്രതിഷേധത്തിന് ഹർത്താൽ അല്ലാതെ മറ്റ് മാർഗങ്ങളില്ലേ എന്നാണ് കോടതി ചോദിച്ചത്. ദുരന്തം അനുഭവിച്ചവരെ അപ്രതീക്ഷിത ഹർത്താൽ കൊണ്ട് വീണ്ടും കഷ്ടപ്പെടുത്തിയത് എന്തിനാണെന്നും കോടതി ചോദിച്ചു. സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയും ഹർത്താലിൽ പങ്കുചേർന്നത് ശരിയായില്ലെന്നും ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു. അമൃത ന്യൂസ്, കൊച്ചി.